ഹലോ മലയാളീസ്, എന്നുണ്ട്. അപ്പം ഇന്നും നമ്മൾ ഹോട്ട് വീൽസുമായിട്ടാണ് വന്നിരിക്കുന്നത്. രണ്ടെണ്ണം ഹോട്ട് വീൽസിൻ്റെ മെയിൻ ലൈനും പിന്നെ വേറൊരെണ്ണം 1:24 സ്കെയിൽ മോഡലുള്ള ഒരെണ്ണമാണ് നമ്മളിന്ന് അൺബോക്സ് ചെയ്യാൻ പോകുന്നത്. 1:24 സ്കെയിൽ മോഡലെ ഏതാണെന്ന് ഗസ് ചെയ്യാൻ പറ്റുമോ? വേണ്ട, അതിനെ കാണിക്കാം. അപ്പോൾ നമുക്ക് ഓരോന്നോരോന്നായിട്ട് അൺബോക്സ് ചെയ്യാം. ആദ്യം തന്നെ നമുക്ക് മെയിൻ ലൈൻ ഹോട്ട് വീൽസിൻ്റെ മെയിൻ ലൈൻ തന്നെ അൺബോക്സ് ചെയ്യാം. അപ്പോൾ ഇസ് ഷാരോൺ, വെൽക്കം ടു ഷാരോൺസ് വ്ലോഗ്. അപ്പോൾ നമുക്ക് ഓരോന്നായിട്ട് തുടങ്ങി. നമ്മുടെ കൂടെ ഷാഡോ ഉണ്ട് കേട്ടോ. ഇത് ഞാൻ മറ്റേ ഹോട്ട് വീൽ മേടിക്കാൻ കയറിയപ്പോൾ തന്നെ അവിടുത്തെ പുള്ളി ഫ്രീ തന്നാണ്, ഞാൻ സ്ഥിരം കസ്റ്റമർ ആയ കാരണം. അപ്പോൾ നമ്മുടെ കൂടെ ഇനി ഷാഡോ ഉണ്ട്. നമുക്ക് ഇന്നോട്ട് നമുക്ക് ഇവനെ ലുട്ടാപ്പി എന്ന് വിളിക്കാം. ഓക്കെ, ഇവനെ നമ്മുടെ അൺബോക്സ് ചെയ്യുന്ന മുതൽ അങ്ങോട്ട് നമ്മുടെ വീഡിയോസിൽ ഇവനെ കാണുന്നതായിരിക്കും. ഓക്കെ, എന്തായാലും ആദ്യത്തെ സാധനമാണ് ഈ രണ്ടെണ്ണമാണ് നമ്മൾ ഹോട്ട് വീലിൻ്റെ മെയിൻ ലൈൻ. നമ്മൾ ഒരിക്കലും വന്ന വഴി മറക്കരുതല്ലോ, കാരണം നമ്മൾ ഹോട്ട് വീൽസിൻ്റെ മെയിൻ ലൈൻ മേടിച്ചാണ് കളക്ഷൻ തുടങ്ങിയത്. നമ്മൾ ഈയിടെയായിട്ട് കുറച്ച് പ്രീമിയം കാഴ്ചയായിരുന്നു അൺബോക്സ് ചെയ്തുകൊണ്ടിരുന്നത്. അപ്പം ഇന്ന് ഞാൻ ഇപ്പോൾ കണ്ടപ്പം നമ്മൾ ഒരിക്കലും വന്ന വഴി മറക്കരുത്. അതുകൊണ്ട് ഞാൻ കണ്ടപ്പോൾ നമ്മുടെ ഇല്ലാത്ത രണ്ട് കളക്ഷൻ കയ്യിരിപ്പോൾ, അപ്പോൾ അത് ഞാൻ മേടിച്ചു. ഓക്കെ, മറ്റൊരു വണ്ടി ഏതാണെന്ന് വെച്ചാൽ 1:24 സ്കെയിൽ മോഡലിൽ വേറൊന്നും കൂടി നമ്മൾ മേടിച്ചിട്ടുണ്ട്. ഹോട്ട് വീലിൽ നിന്ന് ബ്രാൻഡല്ല കേട്ടോ. ഇത് ഏതാ, ടൂഗോയോ? ഏതെണ്ണം ഇതിലും. ഇത് ഞാൻ അവിടെ നോക്കി വെച്ചിരിക്കുന്ന സാധനമായിരുന്നു. നമ്മൾ 3 പീസ് അങ്ങനെ ഉണ്ടായിരുന്നു, 2 പോയി, 1 മാത്രം ഉണ്ടായിരുന്നല്ലോ. അപ്പം ഞാൻ എടുത്തു. എന്തായാലും കാശ് നോക്കിയില്ല, വെറുതെ എടുത്തു. ഇതിൽ ഞാൻ വണ്ടി കാണിച്ചു തരാം, നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടോ ഇല്ലയോ എന്ന് മാത്രം പറ. ഇതാണ് ബൈക്ക് സൈഡ് കാണിച്ചല്ലേ, പോർഷെ 356. ഇതാണ് നമ്മൾ മേടിച്ച മോഡൽ 1:24 സ്ക്വയർ മോഡല്. നമുക്കിത് അൺബോക്സ് ചെയ്യാം. അപ്പം ആദ്യം നമുക്ക് ഹോട്ട് വീൽ രണ്ടെണ്ണം മേലെ 2 പൊട്ടിച്ച് നോക്കാം. ഓക്കെ, അപ്പോൾ ഇനി ക്യാമറ കണ്ണുകൾ താഴേക്ക് റെഡിയല്ലേ? അപ്പോൾ നമുക്ക് ആദ്യം തന്നെ ഈ മോഡൽ, ഇതേതാണ് മോഡലിൻ്റെ ഏതാണ്ട് മനസ്സിലല്ലോ, കാണാവോ? കാണത്തില്ലേ? കാണുന്നവർ കാണുക, ലൈറ്റ് ഇട്ട് കാണാം. അപ്പോൾ നമുക്ക് ആദ്യം തന്നെ ഈ മോഡൽ അൺബോക്സ് ചെയ്ത് നോക്കാം. അപ്പം എല്ലാ പ്രാവശ്യം പറയുന്ന പോലെ മാന്യമായ രീതിയിൽ അൺബോക്സ് ചെയ്യാൻ ആണ് എല്ലാവരും പറയുന്നത്. അപ്പോൾ ഞാൻ എന്നാൽ പിന്നെ മാന്യമായ രീതിയിൽ തന്നെ അൺബോക്സ് ചെയ്തേക്കാം. ഇതിൻ്റെ ചുമ്മാ നാട്ടുകാരും കൂടെ പറയിപ്പിക്കുന്നത് ആക്രാന്തം തൊട്ട് കണ്ടിരിക്കുകയാണ്. അങ്ങനെ തന്നെ ആകട്ടെ, മാന്യമായ രീതിയിൽ ഞാൻ അൺബോക്സ് ചെയ്തിരിക്കുന്നു. യെസ്, ഇതാണ് നമ്മൾ ഇന്ന് മേടിച്ചതിൽ ആദ്യത്തെ മോഡൽ. ഓക്കെ, ഇതെൻ്റെ ഇല്ലായിരുന്നു കേട്ടോ, ഞാൻ സാധനം തപ്പിക്കൊണ്ടിരിക്കുകയായിരുന്നു. ഇത് റയർ കളക്ഷനാണെന്നൊക്കെ പറയുന്നു, എനിക്കറിയത്തില്ല. ഞാൻ സാധനം ഇത് ഏതാ മോഡൽ ഏതാണെന്ന് മനസ്സിലായി, ജസ്റ്റ് കമൻറ്റ് ഇടുക കേട്ടോ. എന്തായാലും ടയേഴ്സൊക്കെ കൊള്ളാം, എല്ലോ വീൽസ് കൊള്ളാം. DMC ലോഡർ 2019 മെറ്റൽ ഹോട്ട് വീൽസ് ബ്രാൻഡ് കൊടുത്തിട്ടുണ്ട്. 2 സീറ്ററാണ്. മുകളിൽ മെറ്റൽ, താഴെ പ്ലാസ്റ്റിക്. ഇതുകൊണ്ട് ഒരു ഗ്ലോസി ടൈപ്പ് കേട്ടോ, നിങ്ങൾക്ക് കാണാൻ സാധിക്കുന്നില്ലേ? ഒരു ഗ്ലോസി ടൈപ്പാണ് ഇത് വരുന്നത്. എന്നാലും എനിക്ക് ടയേഴ്സാണ് ഏറ്റവും കൂടുതൽ ഇഷ്ടപ്പെട്ടത്, ഒരു വെറൈറ്റി സാധനം. മെയിൻ ലൈനാണ്, അപ്പോൾ അതിൻ്റേതായൊരു ഇതൊക്കെയുണ്ട്. അപ്പോൾ നമുക്കിനി അടുത്ത മെയിൻ ലൈൻ അൺബോക്സ് ചെയ്യാം. ഇതാണ് നമ്മുടെ രണ്ടാമത്തെ മെയിൻ ലൈൻ, GT 500. ഇതുണ്ട്. ഇതിൻ്റെ അകത്ത് വല്ലതും ട്രഷാണ്ട് വല്ലതും ആണല്ല, ചിലർക്ക് ഇത് ട്രഷാണ്ടായിട്ട് കിട്ടുന്നുണ്ട്. അതിന് ഇവിടെ ഇട്ടാൽ എന്തായാലും നമുക്കിത് പൊട്ടിച്ച് നോക്കാം. കണ്ടിക്കട്ടി മാന്യമായ രീതിയിൽ, എല്ലാവരും പറയുന്നത് മാന്യമായ രീതിയിൽ കണ്ടിക്കുക, മാന്യമായ രീതിയിൽ ഞാൻ ഓപ്പൺ ചെയ്യും. ഓക്കെ, ലൈഡവിടെ. യെസ്, അങ്ങനെ അടിപൊളി. നമുക്ക് സാധനം നോക്ക്, ഇവിടെ ഹോട്ട് വീൽസിൻ്റെ ലോഗോ കൊടുത്തിട്ടുണ്ട്. ക്ലിയർ ആകുന്നില്ല. 6:7 ഫ്രണ്ട് ബൈക്ക്. എന്തായാലും ഇത് മറ്റേ വണ്ടിയെ പോലെയല്ല, കുറച്ച് ഡീറ്റെയിൽ ആയിട്ട് കൊടുത്തിട്ടുണ്ടോ. എന്തായാലും ഇതും 2 സീറ്റർ അല്ലേ, 2 സീറ്റർ അല്ല 4 സീറ്ററാണ്. ഇന്ത്യയിലൊക്കെ നമുക്ക് ചെറുതായിട്ട് കാണാൻ പറ്റും, ബ്ലാക്കാണ്. ഇതാണ് അപ്പം സാധനം. ഇതാണ് അപ്പം നമ്മൾ ഇന്ന് മേടിച്ച ഹോട്ട് വീൽസിൻ്റെ മെയിൻ ലൈൻ 2. ഇനി അടുത്തത് എന്തെന്ന് വെച്ചാൽ, അപ്പം ഇനി അടുത്തത് എല്ലാവരും സൂക്ഷ്മമായി ഒറ്റക്കണ്ണോടെ കൂർത്ത ബുദ്ധിയോടെ നോക്കിയിരിക്കുന്ന നമുക്ക് ഈ പോർഷെ അൺബോക്സ് ചെയ്തല്ലോ. പോർഷെ 356B നമുക്കിത് അൺബോക്സ് ചെയ്തല്ലോ. അപ്പം
ക്യാമറ കണ്ണുകൾ നേരെ പോർഷയിലേക്ക്. ഓക്കെ, അപ്പം എല്ലാവരെയും കണ്ണുകൾ ഇനി പോർഷെ അൺബോക്സ് ചെയ്യുന്നതിലേക്ക് നമുക്ക് തിരിച്ചിരിക്കാം. ഇതിൻ്റെ ഓപ്പൺ എവിടെയാണ്? എവിടെയാണ് ഓപ്പൺ ചെയ്യുന്നത്? ഇവിടെയാണ് ഓപ്പൺ ചെയ്യുന്നത്. കുഴപ്പം, സോറി ഗൈസ്, ഇത് ഞാൻ കണ്ടിക്കില്ല. നമുക്ക് ഈ കവർ സൂക്ഷിച്ച് വെക്കേണ്ട ആവശ്യമില്ല. അപ്പോൾ എവിടെയാണ് ഇതിൻ്റെ ഓപ്പണിങ് വരുന്നത്? ഇത് തന്നെ തുറന്നു വരാതെ, പ്ലാസ്റ്റിക് ഒന്നും ഒട്ടിച്ചിട്ടില്ലല്ലോ. ഇവന്മാരെന്നെ കൊണ്ട് ആക്രാന്തം മുറിച്ചെടുപ്പിക്കും. ഇട്ടിട്ടുണ്ട്, സാധനം വന്നിട്ടുണ്ട്. ഇനി ഒറിജിനൽ ബാക്ക്ഗ്രൗണ്ട് മ്യൂസിക് ഇട്ടോ, കോപ്പറേറ്റ് ചെയ്യണ്ട. കവറോടിരിക്കും. അടി നല്ല വെയിറ്റ് ഉണ്ട് കേട്ടോ, ഹെവി സാധനം. ഓ മൈ ഗോഡ്, ഇത് സ്ക്രൂ ഡ്രൈവർ കയ്യിലല്ല, എവിടെന്നെങ്കിലും പോയി ഒരു സ്ക്രൂ ഡ്രൈവർ ഒപ്പിച്ചുകൊണ്ട് വരണം. ജസ്റ്റ് എ മിനിറ്റ്, ഞാൻ പോയി ഒരു സ്ക്രൂ ഡ്രൈവർ ഒപ്പിച്ചുകൊണ്ട് വരാം. യെസ് ഗൈസ്, അങ്ങനെ ഞാൻ റൂംമേറ്റിൻ്റെ സ്ക്രൂ ഡ്രൈവർ അടിച്ച് മാറ്റിക്കൊണ്ട് വന്നിട്ടുണ്ട്. നമുക്കിനി ഇതിൻ്റെ സ്ക്രൂ അഴിച്ചെടുക്കാം. ഇതിന് സ്ക്രൂ വെക്കേണ്ട ആവശ്യമില്ലായിരുന്നു കേട്ടോ. എന്തിനാണ് സ്ക്രൂ വെച്ചത്? എന്തിനാടാ സ്ക്രൂ വെച്ചിട്ട്? നമ്മൾ കളക്ടറാണ്, ആക്രാന്ത മുത്തന്മാരല്ല. യെസ്, കഴിഞ്ഞ് താഴേക്ക്. ഓക്കെ, സൈഡ് മൊത്തം പ്ലാസ്റ്റിക് പിടിച്ച് ഡോർ ഓപ്പൺ ടൈപ്പുള്ളതാണ്. ഇതൊക്കെ ശ്രദ്ധയോടെ കണ്ടിച്ചെടുത്തില്ലെങ്കിൽ പെയിൻ്റ് ഇളകും, പോകും. ഓക്കെ, നിങ്ങളിതിൻ്റെ അണ്ടർബോർഡ് നോക്കിയേ. ഇതൊക്കെ പ്ലാസ്റ്റിക് കേട്ടോ, ഇതൊക്കെ മെറ്റലാണ്. അല്ല, ഇതും പ്ലാസ്റ്റിക്കാണ്. ഓക്കെ, ടയർ റബ്ബറല്ല, പ്ലാസ്റ്റിക്കാണ്. പക്ഷേ എന്തെങ്കിലും വേർത്ത സാധനം, അടിപൊളി. ഓ, നോക്കി, ഡോർസ് ഓപ്പൺ ആയിരിക്കണമല്ലോ. അതെ, ഡോർ ഓപ്പണാണ്. ഈ ഡോറും ഓപ്പണാണ്. 2 ഡോർ ഓപ്പണാണ്. പിന്നെ അല്ല, ഇതും കൂടി ഓപ്പൺ ആക്കുമായിരുന്നെങ്കിൽ കുഴപ്പമില്ലായിരുന്നു. പിന്നെ ഇതിൻ്റെ ഫ്രണ്ട് ബാക്ക് നോക്കി, ബാക്ക് സൈഡ് നോക്കി, ഇതുണ്ട്. ഇത് നമുക്ക് പൊക്കും തക്കും ചെയ്യാം കേട്ടോ, എക്സസ് ഇല്ല. ഇത് ഓപ്പണായിരുന്നു, കൈ കൊണ്ട് പോരുന്നില്ല, പൊങ്ങുന്നില്ല. ഒരു മിനിറ്റ്, ഒന്ന് പോക്കാൻ നോക്കട്ടെ. യെസ്, ഇതേ ബൂട്ട് ഓപ്പണാണ്. ബാക്ക് എഞ്ചിൻ കേട്ടോ, പുറകിൽ എഞ്ചിൻ ഇരിക്കുന്നുണ്ടോ? വലിയത് അതെ. ആ എഞ്ചിനൊക്കെ ഒക്കെ ഡീറ്റെയിൽ ആയിട്ട് കൊടുത്തേക്കുന്നുണ്ടോ? നമ്പർ പ്ലേറ്റ് ഇല്ല, ലൈറ്റ്. അടിപൊളി സാധനം. അങ്ങനെ നമ്മൾ പോർഷെ 356B കൂപ്സ് 1961 മോഡൽ നമ്മുടെ കളക്ഷനിലേക്ക് 1:24 സ്കെയിൽ മോഡലിൽ മറ്റൊരുത്തരം കൂടി വെച്ചിരിക്കുകയാണ്. എന്തായാലും സാധനം കൊള്ള അടിപൊളി. ഇൻറ്റീരിയൽ ഒരു ക്രീം കളർ. ഇതിൻ്റെ അകത്ത് ഡീറ്റെയിൽ ആയിട്ട് കൊടുത്തിട്ടുണ്ട്, കാണാൻ സാധിക്കുന്നുണ്ട്. ഇവിടെ ഇതുണ്ടോ, മീറ്ററും കാര്യങ്ങളൊക്കെ. ഡബിൾ സീറ്റിൽ അല്ല, പുറകിലേക്കും സീറ്റ് ഉണ്ട് കേട്ടോ. സീറ്റ് മടക്കാൻ പറ്റുമെന്നില്ല. എന്തായാലും പരിപാടി കൊള്ളാം, നല്ല അടിപൊളി സാധനം. ടയേഴ്സ് നോക്കി, പണ്ട് കാലത്തെ അതേ ടയറും പരിപാടിയൊക്കെ. എന്തായാലും നമ്മുടെ കളക്ഷനിലേക്ക് മറ്റൊരു അതിഥി കൂടി എത്തിരിക്കുകയാണ്. അപ്പോൾ ഇന്ന് നമ്മൾ കളക്ട് ചെയ്തേക്കുന്നത് ഇതൊക്കെയില്ല, ഈ 3 പേരാണ് നമ്മൾ കളക്ട് ചെയ്തേക്കുന്നത്. അപ്പോൾ ഇന്ന് നമ്മൾ കളക്ട് ചെയ്തിരിക്കുന്ന 3 പേരാണ് ഇത്. ഒന്ന് നമ്മുടെ പോർഷെ 356 ഈ മോഡലും നമ്പർ പ്ലേറ്റ് സഹിതം ഫ്രണ്ടിൽ കൊടുത്തിട്ടുണ്ട്. ഫ്രണ്ടിൽ എൻ്റെ ലോഗോയും കൊടുത്തിട്ടുണ്ട്, ഇന്ത്യയിൽ ഡീറ്റെയിലായിട്ട്. പിന്നെ നമ്മുടെ ഹോട്ട് വീലിൻ്റെ മെയിൻ ലൈൻ 2 എണ്ണം, ഒരുത്തും കൂടി ഉണ്ടല്ലോ, 2 എണ്ണം. അപ്പോൾ ഇതിലേതാണ് നിങ്ങൾക്ക് കൂടുതൽ ഇഷ്ടപ്പെട്ടേ എന്ന് ജസ്റ്റ് ഒന്നിടയിൽ കമൻറ്റ് ഇട്ടേക്ക് കേട്ടോ. അപ്പോൾ നമുക്ക് അടുത്ത വീഡിയോസായിട്ട് വീണ്ടും കാണാം. അപ്പം ഗിവേയുടെ കാര്യം മറക്കണ്ട, ജസ്റ്റ് ഒന്ന് ഇതിൻ്റെ മുമ്പ് ഇട്ടേക്കുന്ന വീഡിയോസ് നടന്നു നോക്കിയാൽ ഗിവേയെക്കുറിച്ച് കാര്യങ്ങളൊക്കെ പറഞ്ഞിട്ടുണ്ട്. അപ്പം അടുത്ത വീഡിയോസായിട്ട് വീണ്ടും കാണാം. പ്ലീസ് മീ ഷെയർ. ബൈ.